മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാസപ്പടി കേസ് വീണ്ടും ചൂടുപിടിക്കുകയാണ്. മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ട് 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. SFIO കുറ്റപത്രം സമർപ്പിച്ചതോടെ തങ്ങളുടെ കേസിൽ അന്വേഷണം പുനരാരംഭിക്കാൻ ED തയ്യാറെടുക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കും. ശ്രീകാന്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത് കുറച്ച് ആ വാർത്തയുടെ കുറച്ച് ഗുഡ് മോർണിംഗ്. ശ്രീകാന്തോടെ സലിമാരിക്കുണ്ട്. അപ്പോൾ ശ്രീകാന്ത് കുറച്ച് വാർത്തകൾ കൂടി അല്പസമയം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിലിട്ടു. ആ വാർത്ത ഇങ്ങനെയാണ്: റിപ്പോർട്ട് തയ്യാറായത് 3 മാസം മുൻപാണ്. മാസപ്പടി കേസിൽ SFIO റിപ്പോർട്ട് 3 മാസം മുൻപ് തയ്യാറായിരുന്നതായി വിവരം. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചു. അറസ്റ്റ് നിയമ തടസ്സമില്ല, അന്വേഷണം ഘടിപ്പിക്കാൻ ED തുടങ്ങിയ വാർത്തകൾ കൂടി ശ്രീകാന്ത് ഇടുന്നുണ്ട്. ശ്രീകാന്ത് ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്രീകാന്ത് പറയും, അപ്പം മനസ്സിലാലോചിക്കുക, ഗ്രൂപ്പിലിട്ട കാര്യം മൊത്തം ഇവരങ്ങ് വായിക്കാനത് പിന്നെ ഞാൻ ഇതിനെ ഇവിടെ നിൽക്കുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടോ? ശ്രീകാന്ത്, എന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ? ചിരി നോക്കി അവിടെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പറയാം, എന്റെ പൊന്നെണ്ണ അക്ക നിങ്ങൾ എന്തായി പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇപ്പോൾ ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അഭിഭാഷകൻ ആണ്. ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുന്ന ഒരു അഭിഭാഷകനാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഈ കേസ് നടക്കുന്നത് നമ്മുടെ എറണാകുളത്തെ എക്കണോമിക് ഒഫൻസ് കോടതിയിലാണ്. അത് ഇന്നലെ അവിടെ അവർ ആ കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ, ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. ഇനി അതിന്റെ തുടർ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകും. അതേസമയം തന്നെ ഇതിന്റെ കുറച്ച് വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ റിപ്പോർട്ട് 3 മാസം മുൻപ് തന്നെ തയ്യാറായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. നേരത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തുമ്പോൾ നേരത്തെ ഉയർന്ന ഒരു ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയത് മകൾക്കെതിരായ അന്വേഷണം അട്ടിമറിക്കാനൊക്കെയാണ് എന്നതാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് തയ്യാറായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി ഈ റിപ്പോർട്ട് SFIO കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയതോടെ SFIO പിന്നെ കാത്തിരുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും അവിടുത്തെ ആ കേസിൽ അനുകൂല തീരുമാനമുണ്ടാകാനാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേ അനുവദിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെ ഈ കേസിൽ തിടുക്കപ്പെട്ട് പെട്ടെന്ന് ആ നടപടിയങ്ങ് SFIO പൂർത്തിയാക്കുകയും ചെയ്തു. അതേസമയം ഇതിലെ നിയമവൃത്തങ്ങൾ പറയുന്നത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് നിയമ തടസ്സമില്ല എന്നുള്ളതാണ്. അതിനിപ്പോൾ നിയമസാധുത വന്നിട്ടുണ്ട്. ഒരു പക്ഷേ വൈകാതെ തന്നെ ഇത് ഒഫീഷ്യലി തന്നെ അതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തൽ നടപടികൾ ഉണ്ടാകും എന്ന് കരുതി ജയിലിലേക്ക് പറഞ്ഞു വിടണമെന്നില്ല. ഈ പോലീസിന്റെയൊക്കെ പോലെ ഈ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഫ്രോഡ്, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യുന്നവരെ അത് ജയിലിലേക്ക് വിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി അത് കുറ്റപത്രം സമർപ്പിച്ചാലും മതിയാകും എന്നുള്ളതാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. ഒപ്പം ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ED ഒരു കേസ് ഈ വിഷയത്തിൽ എടുത്തിരുന്നു. ആ കേസിൽ ED ഇപ്പോൾ അന്വേഷണം വീണ്ടും റീഓപ്പൺ ചെയ്യുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് SFIO ഒരു കേസ് അന്വേഷിക്കുമ്പോൾ സമാന്തരമായി അതിൽ അന്വേഷണം കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങളുണ്ട്. കാരണം രേഖകളൊക്കെ തന്നെ SFIOയ്ക്ക് നൽകണം എന്നുള്ളതാണ് ചട്ടം. ആ കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. അവരുടെ കേസ് അവർ വീണ്ടും ഇപ്പോൾ ആരംഭിക്കുന്നു. പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന നിലയിൽ SFIOയുടെ കേസ് ചൂണ്ടിക്കാണിക്കാനും പറ്റും എന്നുള്ളത് EDക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. ശരി, ഇനിയിപ്പോ സലിം മാലിക് കൂടെയുണ്ട് ഇവിടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. സലിമ, ഇപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അപകടം വരണമെന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുക്കാത്ത സേവനത്തിന് പേയ്മെന്റ് എന്ന പ്രതിരോധം തീർക്കുകയാണ് CPIM. പക്ഷെ ആ പ്രതിരോധത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഈ പ്രതിപക്ഷം എന്നല്ലേ മനസ്സിലാക്കേണ്ട. ഈ ഒരു ആയുധം അത് എത്ര കൃത്യമായി ഉപയോഗിക്കാം എന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവരുടെ മുന്നോട്ടുള്ള ഒരു പ്ലാൻ എന്താണ്? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഒരു പ്രതിഷേധ കാലത്തിനാണ് വീണ്ടും സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രം തർക്കമില്ല. കാരണം മാസപ്പടി കേസിന്റെ വിവാദം ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോൾ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പല വിധത്തിലുള്ള പ്രതിഷേധം കണ്ടതാണ്. അന്നൊക്കെയും മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം.
സമാനമാണ് ഇപ്പോഴും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് മകൾക്കെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ ഏത് നിലയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ധാർമ്മികമായി പിണറായി വിജയന് തുടരാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. K. സുധാകരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞത് മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് തന്നെ പുതിയൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ CPIM തയ്യാറാകണം എന്നുള്ളതാണ്. ആ നിലയിൽ മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇനിയുള്ള സമരങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നലെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ആദ്യം BJP ഒരു സമരവുമായി, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ BJP ഒരു പ്രതിഷേധവുമായി എത്തി. അത് മുഖ്യമന്ത്രിയുടെ കോലവും കയ്യിലേന്തി ആ കോലം ഇവിടെ വെച്ച് കത്തിച്ചതിന് ശേഷമായിരുന്നു ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം എത്തി. അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയുള്ള പ്രതിഷേധങ്ങളൊക്കെയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഊന്നിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വാർത്ത പുറത്തു വന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ KPCC തന്നെ ഔദ്യോഗികമായ ഒരു സമരം പ്രഖ്യാപിച്ചതും അതുകൊണ്ടാണ്. കാരണം സാധാരണഗതിയിൽ ഒരു സമരം ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഔദ്യോഗിക സമരപ്രഖ്യാപനത്തിന് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ, അതൊരു വളരെ ഈ ആസൂത്രിതമല്ലാത്ത നിലയിൽ എന്ന നിലയിലൊക്കെയാണ് സമരങ്ങൾ ഉണ്ടാകാറുള്ളത്. അതിനുശേഷമാണ് KPCC യോഗം ചേർന്നത്, അല്ലെങ്കിൽ UDF യോഗം ചേർന്ന KPCC കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഒക്കെ സമരം ഉണ്ടാകുന്നത്. പക്ഷേ അത്തരത്തിലൊരു യോഗവും ചേരാതെ തന്നെ ഈ വിഷയം വന്നതിന് തൊട്ടു പിന്നാലെ ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ തന്നെ KPCC ഒഫീഷ്യലായി ഒരു സമരം പ്രതിഷേധം ആഹ്വാനം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസിന് 280 മണ്ഡലം കമ്മിറ്റികളാണുള്ളത്. ആ 280 മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കോലം കത്തിക്കും. സോ ഇന്ന് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. അതിനിടയിലാണ് ആ സമരത്തിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി ക്രിസ്റ്റീന. അപ്പോൾ S. ശ്രീകാന്തും സലിം അലിക്കുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു പ്രതിഷേധ കാലത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു തോന്നുന്നു. കിട്ടിയ ഒരു ആയുധം അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പ്രതിപക്ഷം